യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് But Jesus said, what do you think about me? ഉടനെ പത്രോസ് പറയുക, Peter opened his mouth. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ He ക്രിസ്തു. said, you are the son of the living God. അതിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ? Please listen to the reply. യേശു പറയുകയാണ്, Jesus is replying. മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. Listen to the reply. ഇത് നിന്റെ മാനുഷിക ബുദ്ധിയിലല്ലല്ലോ നീ പറഞ്ഞത്. Jesus said, you have not spoken this out of your human wisdom. ജഡരക്തങ്ങളിലല്ല നീ പറഞ്ഞത്. You have not spoken ഇത് സ്വർഗീയ വെളിപ്പാടിനകത്താ നീ പറഞ്ഞത്. You have spoken from a revelation from heaven. ഈ വെളിപ്പാട് നിന്റെ മേലുള്ളത് കൊണ്ട് when this revelation comes into you, നീ ഭൂമിയിൽ ചിലത് കെട്ടും. you will bind something on the earth. അത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. And it shall be bound in the heaven. നീ ഭൂമിയിൽ ചിലത് അഴിക്കും. You shall bind something on the അത് earth. സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും. And it shall be loosened in heaven. ഇന്ന് പകൽ ഈ വെളിപ്പാടുള്ള ചിലർ ഇതിനകത്ത് ചിലത് കെട്ടുമ്പോൾ സ്വർഗ്ഗത്തിൽ കെട്ടപ്പെടും. Come on, if you have a revelation that you will bind something on the earth and it will be bound in the heavens. ചിലതിനെ കെട്ടാനും You have authority to bind. ചിലതിനെ അഴിക്കാനും You have authority to loose. ദൈവം നിനക്ക് അധികാരം തരുന്നു. God has given you authority for Jesus. ആ ഭാവിക്കെതിരെ നിൽക്കുന്നതിനെ കെട്ടാൻ ഇന്ന് രാത്രി. You can bind the works of the devil in your house. നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്നതിനെ അഴിക്കാൻ ഇന്ന് And you can loosen some things that is facing your house. യിരെമ്യാ 1:10 പറയുകയാണ്. Jeremiah chapter 1 and verse 10 says, പൊളിക്കാനും പണിയാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. Jeremiah, I give you authority to bind and to loose, to pull down and to tear down, and to build and to plant. നിനക്കെതിരെ പണിച്ച ചിലതിനെ നീ പൊളിക്കും. Whatever the devil has done and built against you, you can break down. ഇത്രാമത്തെ വയസ്സിൽ ഇന്നതുപോലെ വരണമെന്ന് പറഞ്ഞ ചിലതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലത് പൊളിയുന്ന പകലാ. All the schemes the enemy has planned to happen in your life in a certain age, you can break that down. സമ്പത്തിനെ കെട്ടി വെച്ചിരിക്കുകയാണ്, ഇന്ന് അതിനെ അഴിച്ചിട്ട്. Finances are being tied up, we can loosen it in Jesus name. തലമുറയുടെ ഭാവി കെട്ടി വെച്ചിരിക്കുകയാണ്, ഇന്ന് അതിനെ അഴിക്കണം. Oh, the future of your children are bound, we can loosen it. എങ്ങനെ പറ്റും? How can you do it? ഈ ആരാധന കഴിഞ്ഞിട്ട് After this service, ഈ പാസ്റ്റർമാരെ കൊണ്ടൊന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിക്കുമ്പോൾ നടക്കും. if you have these men of God lay hands on you, ഇല്ല ആ കസാരയിൽ ഇരുന്നുകൊണ്ട് നീ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ you can do it yourself. You can declare it upon yourself. അത് സംഭവിക്കും. In the name of Jesus. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചിലത് സൃഷ്ടിക്കപ്പെടും. In this morning some things can be created by your own words. ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ മിടുക്ക് കൊണ്ടല്ല. It's not because of any of our merit. അവർ പറഞ്ഞത് യേശുവിന്റെ നാമമാകയാ. Because we use the name of Jesus. അത് യേശുവിന്റെ നാമത്താലാണ് അത് സംഭവിക്കുന്നത്. It happened because of the name of Jesus. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിൽ as you are seated here, യേശുവിന്റെ നാമത്തിൽ in the name of Jesus, അതിനെ ഞാൻ അഴിക്കുന്നെന്ന് പറഞ്ഞ ചില കെട്ടുകളെ അഴിച്ചാട്ടെ. Come on, loosen some bondages by saying I loosen it in Jesus name. Come on, വായികളെ തുറന്നൊന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ open your mouth and declare it with your mouth and സകലരുടെ മേലും അത് വെളിപ്പെട്ടു വരും. Come on, let that be revealed. Every bondage that is bound by the devil be loosed in the name of Jesus.